ഹായ്, വെൽക്കം ടു GK ഡാഡ്സ് കിച്ചൺ. നമുക്കിന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം. അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് 2 മീഡിയം ഉരുളക്കിഴങ്ങ് എടുക്കാം, പിന്നെ 2 മീഡിയം സവാള, പിന്നെ അര ക്യാരറ്റ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കോളിഫ്ലവർ എടുക്കാവുന്നതാണ്. ഞാനൊരു 200-250 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ പകുതി ഇതുപോലെ സ്ലൈസ് ചെയ്ത്, പിന്നെ ബീൻസ് കുറച്ച്, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞ്. അതിനുശേഷം നമുക്ക് വേണ്ട 2 തക്കാളിയാണ്. 2 തക്കാളി എടുക്കാം, 1.5 ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ഒരു സവാള, പിന്നെ കുറച്ച് മല്ലിയില, ക്യാപ്സിക്കം, ഇതെല്ലാം ഇതേ രീതിയിൽ എടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ എടുക്കാം. അതിനുശേഷം ഒരു 100 ഗ്രാം സോയാബീൻ എടുക്കാം. നമുക്ക് അടുത്തായിട്ട് ഒരു പ്രഷർ കുക്കർ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെയ്യൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കടുക് പൊട്ടിയ ശേഷം നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ലപോലെ. അതിനുശേഷം നമുക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഓരോ പച്ചക്കറികൾ ഇതിനകത്തിട്ട് കൊടുക്കാവുന്നതാണ്. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാവുന്നതാണ്, പച്ചമുളക്, ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സവാള, ക്യാരറ്റ് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. നല്ലപോലെ ഇളക്കി യോജിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം. തൈര് ചേർത്തിരിക്കുകയാണ്. നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇച്ചിരി കുരുമുളക് പൊടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് നല്ലപോലെ ഇളക്കി നമുക്കിത് പ്രഷർ കുക്കറിൽ 1 വിസിൽ കേട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്രഷർ കുക്കറിൽ വെച്ച് വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. 1 വിസിലിന് ശേഷം അത് ഓഫ് ചെയ്ത് വിസിൽ മാറ്റി നമ്മൾക്ക് ഇതുപോലെ ആക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ഫ്രോസൺ ബീൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് ഇളക്കി വേവിക്കാവുന്നതാണ് ഒരു 5 മിനിറ്റ്. നമുക്ക് അടുത്തതായിട്ട് ഒരു കടായി വെച്ചിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് വേവിച്ചെടുക്കാവുന്നതാണ്. അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് നെയ്യൂടെ ഒഴിച്ച് ചൂടാക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാള ശേഷം ചേർത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാവുന്നതാണ്. സവാള ഒന്ന് വരണ്ട ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് അടുത്തായിട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, ബീൻസ്, പിന്നെ ക്യാപ്സിക്കം ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് മല്ലിയിലേക്ക് ഒന്ന് ചെറുതായി വരണ്ട ശേഷം നമുക്ക് അടുത്തതായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളിയും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് നോക്കിയ ശേഷം നമുക്ക് കുറച്ച് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ആയിട്ട് നമ്മൾ വേവിച്ച് വെച്ചെടുത്ത വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് 2 സ്പൂൺ തൈര് ചേർക്കാവുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് വേവിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് 2 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലപോലെ ഇളക്കിയ ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ 5 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ഇതിനകത്ത് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. നല്ലപോലെ വെജിറ്റബിൾ എല്ലാം നമുക്ക് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പിട്ടുകൊണ്ട് നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ അടച്ച് വേവിക്കാവുന്നതാണ്. നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ നമ്മൾ പപ്പടവും സലാഡും എടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. സിയായിട്ട് കഴിച്ചു നോക്കിയിട്ട് പറയൂ, ടേസ്റ്റ് പറയൂ. സി എങ്ങനെയുണ്ട്?
അടിപൊളി.